വയനാട് മേപ്പാടി നെല്ലിമുണ്ടയിൽ ജനവാസ മേഖലയിൽ ഇന്നലെയും കാട്ടാനയെത്തി. രാത്രിയെത്തിയ ആന പ്രദേശത്ത് ഏറെ നേരം ഭീതി പരത്തി. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസൽ, ഈ ആന സ്ഥിരമായി ഈ പ്രദേശത്ത് എത്താറുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടാക്കിയോ? എങ്ങനെയാണ് ആനയെ കാട് കയറ്റിയത്? ജിൽസി, വയനാട് തുറന്നിട്ടൊരു മൃഗശാലയായി മാറുന്നു എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ ദിവസവും കൃത്യമായിക്കൊണ്ട് ആന ജനവാസ മേഖലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ആശങ്ക വർദ്ധിപ്പിക്കാനുള്ള ഒരു കാരണം. മേപ്പാടി നെല്ലിമുണ്ടയിലാണ് ഇന്നലെ ആന എത്തിയത്. പ്രദേശത്ത് ഏറെ നേരം ഭീതി പരത്തി. 100% ജനവാസ മേഖലയാണ് ഈ നെല്ലിമുണ്ട എന്ന് പറയുന്ന പ്രദേശം. വീടുകളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമായതിനാൽ തന്നെ കാട്ടാന എത്തുമ്പോൾ വലിയ ഭീതിയോടെയാണ് ആളുകൾ ഇതിനെ നോക്കിക്കാണുന്നത്. പ്രദേശത്ത് വലിയ തരത്തിലുള്ള കൃഷിനാശം ആന വരുത്തിയിട്ടുണ്ട്. മേപ്പാടി നെല്ലിമുണ്ട ജുമാ മസ്ജിദിന് സമീപത്തെ ഖബർസ്ഥാനിലും ആന വലിയ തരത്തിലുള്ള നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. ഇതിനുശേഷം നെല്ലിമുണ്ടയിൽ ഏറെ നേരം ഭീതി പരത്തിയ ശേഷം തൊട്ടടുത്ത പ്രദേശമായ പാറക്കംവയലിലേക്കാണ് ആന പോയിട്ടുള്ളത്. അതിനുശേഷം രാത്രിയോടുകൂടി തന്നെ കാട് കയറിയിട്ടുണ്ട്. ഇത് സ്ഥിരമായിട്ടുള്ള ഒരു സംഭവമാണ്. എല്ലാ ദിവസവും കൃത്യമായിക്കൊണ്ട് ഈ ഒരു മേഖലയിൽ ആന എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഭീതിയോടൊപ്പം വലിയ പ്രതിഷേധവും ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ കാട്ടാനയെ നിരന്തരമായി കാട്ടിലേക്ക് തുരത്തുന്നതിന് വേണ്ടി വനംവകുപ്പ് നടപടിയെടുക്കണമെന്ന് പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു നടപടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇല്ലാത്തതും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധത്തിന് കാരണമാകുന്നത്. ശരി, ഫൈസൽ നെടുമ്പാലയാണ് വിവരങ്ങൾ നൽകിയത്.